അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 80. ട്രിഗണോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി ബി ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് 2 ബീറ്റ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്കറിയാം. ഒരു എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ പ്ലസ് സി ഫോമിലാണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി, മിനിമം വാല്യൂ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി. അപ്പൊ ആ രീതിയിലാണ് ആലോചിച്ച് തുടങ്ങേണ്ടത്. ഇപ്പൊ ഇതിനെ ഇങ്ങനെ ആക്കാൻ പറ്റിയാൽ നമുക്ക് അതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കാണാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. അപ്പൊ ആ ഒരു ഫോമിലേക്ക്, അതായത് ഇങ്ങനെ സൈൻ റേസ് ടു 4 തീറ്റ അതൊന്നും ഇല്ലാതെ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ മാത്രം, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ, അങ്ങനെ ആ ഫോമിലേക്ക് മാറ്റാൻ പറ്റിയാൽ ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാം. ഇതിപ്പോ വലിയൊരു എക്സ്പ്രഷൻ ആയി തോന്നുമെങ്കിലും ഇതൊക്കെ നോക്കൂ, 7π/2 മൈനസ് തീറ്റ, അത് നമുക്ക് മാറ്റാലോ. എത്ര റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ട് മാറ്റാലോ. അപ്പോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആ എക്സ്പ്രഷൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, അത് സിംപ്ലിഫൈ ചെയ്യാം. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ റേസ് ടു 4 7π/2 മൈനസ് തീറ്റ. ഈ 7π/2 എന്ന് പറയുമ്പോൾ 7π/2 എന്ന് പറഞ്ഞാൽ എന്താ? 3π പ്ലസ് π/2. 7π/2 എന്ന് പറഞ്ഞാൽ 3π പ്ലസ് π/2 അല്ലേ? അപ്പോ അത് എന്താവും? 2π പ്ലസ് π പ്ലസ് π/2. അപ്പൊ π പ്ലസ് π/2 3π/2 വരും. അപ്പൊ 3π/2 എന്ന് പിന്നെ പോകുന്നു. ഇത് ബേസിക്കലി 3π/2 മൈനസ് തീറ്റയാണ്. 3π/2 മൈനസ് തീറ്റ എന്താവും? സൈനിലാണെങ്കിൽ 3π/2 മൈനസ് തീറ്റ, സൈൻ അവിടെ നെഗറ്റീവ് ആണ്, മൈനസ് സൈൻ തീറ്റ അല്ല, പിന്നെ 3π/2 ഒന്നല്ലേ, അപ്പൊ കോസ് തീറ്റ ആവല്ലേ? കോസ് തീറ്റ ആവും. അത് ഒന്നുകൂടി എഴുതാം. സൈൻ റൈസ് ടു 4 ഇൻറ്റു 11π പ്ലസ് തീറ്റ, അതാണ് അതിന്റെ കൂടെ ഉള്ളത്. പിന്നെ -2 ഇൻറ്റു സൈൻ റൈസ് ടു 6 3π/2 മൈനസ് തീറ്റ. ഈ 3π/2 മൈനസ് തീറ്റയും 7π/2 മൈനസ് തീറ്റയും സെയിം ആയിരിക്കും. കാരണം അത് നമ്മുടെ ഡിസ്റ്റൻസ്, അത് നമ്മുടെ ഡിഫറൻസ് എന്താ? 4π/2 വിച്ച് ഇസ് 2π. അപ്പൊ അത് രണ്ടും സെയിം ആയിരിക്കും. 9π മൈനസ് തീറ്റ. അപ്പോ ഇത് എഴുതാം. 4 ഇൻറ്റു അതടക്കട്ടെ -2 ഇൻറ്റു സൈൻ റേസ് ടു 6 സൈൻ ഓഫ് 3π/2 മൈനസ് തീറ്റ എന്താ? സൈൻ ഓഫ് 3π/2 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റ ആണ്. 3π/2 എന്ന് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കോസ് തീറ്റ ആവും. അവിടെ ആണെങ്കിൽ സൈൻ നെഗറ്റീവ് ആണ്, അപ്പൊ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പൊ ഇത് മൈനസ് കോസ് തീറ്റ റേസ് ടു 6. അത് തന്നെയായിരിക്കും ഇതും, മൈനസ് കോസ് തീറ്റ റേസ് ടു 4. ഓക്കെ, ഇനി അടുത്തത് 11π. 11π എന്ന് പറയുമ്പോൾ പൈ, അത് 10π പിന്നെ പൈ. അപ്പൊ സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ ആണ്. സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ, അതിനും റേസ് ടു 4. ഇനി 9π. 9π എന്ന് പറയുമ്പോഴും അത് പൈ മൈനസ് തീറ്റ ആണ്. 9π എന്ന് പറയുമ്പോൾ 8π പ്ലസ് പൈ, അപ്പോ അത് പൈ മൈനസ് തീറ്റ. പൈ മൈനസ് തീറ്റ പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് എത്തി, അവിടെ സൈൻ പോസിറ്റീവ് തന്നെയാണ്. അപ്പോ സൈൻ തീറ്റ റേസ് ടു 6. ഇത്രയേ ഉള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. കോസ് റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ -2 ഇൻറ്റു കോസ് റേസ് ടു 6 തീറ്റ സൈൻ റേസ് ടു 6 തീറ്റ. സൈൻ റേസ് ടു 6 തീറ്റ. ഇനി കോസ് റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ ഒക്കെ അറിയില്ലേ? അതായത് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് സൈൻ റേസ് ടു 4 തീറ്റ, അതിനെങ്ങനെ കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ ചെയ്താൽ കിട്ടും കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇത് 1 ആണ്. അപ്പൊ കോസ് റേസ് ടു 4 തീറ്റ മൈനസ് സൈൻ റേസ് ടു 4 തീറ്റ എന്താവും? 1 മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ആവും. ഇതാണ് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് സൈൻ റേസ് ടു 4 തീറ്റ. സിയും എസും കോസും സൈനും ആണ്. ഇനി അടുത്തത് വേറെ എന്താ വേണ്ടത്? വേണ്ടത് കോസ് റേസ് 6 തീറ്റ പ്ലസ് സൈൻ റേസ് 6 തീറ്റ ആണ്. അപ്പൊ അത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റനെ ക്യൂബ് ചെയ്താൽ മതി. അത് സൈൻ റേസ് ടു 6 തീറ്റ, പിന്നെ 3 സൈൻ റേസ് ടു 4 തീറ്റ കോസ് സ്ക്വയർ തീറ്റ, 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് റേസ് ടു 4 തീറ്റ കോസ് റേസ് ടു 6 തീറ്റ. അപ്പൊ നമുക്ക് വേണ്ട ഇത് രണ്ടും ആയി ഇവിടെ. ഇതാണെങ്കിൽ 1 ആണ്. അപ്പൊ 1 മൈനസ് മറ്റേതൊന്ന് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്താൽ പിന്നെ ഒരു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വരും. അപ്പൊ അതാണ് സൈൻ റേസ് ടു തീറ്റ പ്ലസ് 6 റേസ് ടു കോസ് റേസ് ടു തീറ്റ.
സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ. അപ്പൊ അതെന്താവും 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇത് അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, പിന്നെ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 മൈനസ് 2 2 വരും, പിന്നെ മൈനസ് 8 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അത് ഒന്നും കൂടി ചെയ്യുമ്പോൾ 2 മൈനസ് 2 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതാണ് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ ഇപ്പോൾ ഭയങ്കര സിംപ്ലിഫൈഡ് ആയി. എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു 2 മൈനസ്, ഇതിൽ ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്താ, അതിനെ സൈൻ തീറ്റ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ബൈ 2 ആണ് ഹോൾ സ്ക്വയർ. അപ്പൊ അത് 2 മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 2 തീറ്റ ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ബൈ 2 ഇൻറ്റു സൈൻ സ്ക്വയർ 2 തീറ്റ. ഇതാണ് എഫ് ഓഫ് തീറ്റ. ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ആണ് ചോദിച്ചത്. ഇത് എളുപ്പമാണ്. ഇതിലിപ്പോ ആകെ ഒറ്റ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളൂ, സൈൻ സ്ക്വയർ 2 തീറ്റ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. ഇത് മാക്സിമം ആവുമ്പോൾ അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ എന്താ? മാക്സിമം വാല്യൂക്കാണ് ആൽഫ എന്ന് തോന്നുന്നു. ആൽഫ മാക്സിമം ബീറ്റ മിനിമം. ആൽഫ മാക്സിമം, ആൽഫയാണ് മാക്സിമം വാല്യൂ. ഇതിന്റെ മാക്സിമം വാല്യൂ എപ്പോ വരും? ഇത് മിനിമം ആവുമ്പോൾ, കാരണം അത് കുറക്കുകയാണല്ലോ. അപ്പൊ അത് മിനിമം ആവുമ്പോൾ അതിന്റെ മിനിമം വാല്യൂ, ഇപ്പൊ സൈൻ സ്ക്വയർ 2 തീറ്റന്റെ വാല്യൂ ഇസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പൊ അത് മിനിമം ആയാൽ ഫംഗ്ഷൻ മാക്സിമം ആവും, അത് മാക്സിമം ആയാൽ ഫംഗ്ഷൻ മിനിമം ആവും. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ 2 മൈനസ് 1 ബൈ 2 ഇൻറ്റു ആൽഫ മാക്സിമം ആണല്ലോ 1 ബൈ 2 ഇൻറ്റു 0. ബീറ്റ എന്താവും? 2 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1, അത് 1 ആവും. അപ്പൊ ഇതാണ് മിനിമം, ഇതാണ് മാക്സിമം, ഇതാണ് മിനിമം. അപ്പൊ ആൽഫ ഈക്വൽ ടു 2, ബീറ്റ ഈക്വൽ ടു 3 ബൈ 2. ആൽഫ 2 ആണ്, ബീറ്റ 3 ബൈ 2 ആണ്. കാണാൻ ചോദിച്ചത് ആൽഫ പ്ലസ് 2 ബീറ്റ. അപ്പോ 2 ബീറ്റ 3, ആൽഫ പ്ലസ് 2 ബീറ്റ 5. 5 ആണ് ആൻസർ. ആൽഫ പ്ലസ് 2 ബീറ്റ 5, ഓപ്ഷൻ